നമ്പ്യാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ? പാർട്ടി ഗ്രാമങ്ങൾ പാർട്ടിയെ തോൽപ്പിച്ചു എന്നുള്ളത് നോട്ടയല്ല, അവർ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നുമില്ല. അവിശ്വസിക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു സാമ്രാജ്യം അല്ലേ, അതാണ് ധർമ്മടം. മാത്രമല്ല അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന UDF എന്തെങ്കിലും ഒരു മുൻതൂക്കം ഉള്ളത് ചക്കരക്കല്ല് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ മാത്രമേ മുൻതൂക്കമുള്ളൂ. പക്ഷേ നോക്കൂ, 6 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കിതക്കുകയായിരുന്നു അല്ലേ. പിണറായി പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെടുമോ എന്നൊരു ആധിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നവർ പറഞ്ഞതാണ്. കാരണം അത്ര നെഞ്ചിടിപ്പായിരുന്നു ഇത്. പിന്നെ പിണറായി വിജയൻ്റെ ചെയ്തികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇത്ര വലിയൊരു തിരിച്ചടി കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് പിണറായിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത്, അത് പാർട്ടിക്കാർ തന്നെ പിണറായി ജയിക്കരുത് എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് ധർമ്മടത്ത് കണ്ടത്. അതാണല്ലോ ഒരു യുവാവായിട്ടുള്ള അബ്ദുൾ റഷീദ് അല്ലേ, അബ്ദുൾ റഷീദ് ഉണ്ടാക്കിയൊരു മുന്നേറ്റം. ആ മുന്നേറ്റം അത് പാർട്ടിക്കാരടക്കം CPMകാരടക്കം ആഗ്രഹിച്ചു. അയാൾ എങ്ങനെയെങ്കിലും ജയിച്ച് കയറട്ടെ എന്നുള്ളത്. മാത്രമല്ല ഒരു കാര്യം പറയേണ്ടതുണ്ട്. പണ്ടും പിണറായി വിജയന് എതിരെ അമർഷം രോഷമൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവും, അനൂപ് BS അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിച്ച സമയത്ത് പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥലമായ പിണറായിയുടെ കോലം കത്തിച്ചിരുന്നു. അപ്പോൾ അന്നേ ആ ഒരു അമർഷമുണ്ട് നാട്ടുകാർ. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സംവാദത്തിൽ സ്ഥിരം പങ്കെടുക്കുന്ന പാണ്ഡ്യാല ഷാജി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള പാണ്ഡ്യാല ഗോപാലൻ്റെ മകനാണ്. പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് പാണ്ഡ്യാല ഷാജി ജനൻ ഡിബേറ്റിൽ പങ്കെടുത്ത് പറയുന്ന ഓരോ വാക്കും അത് കൈയടിച്ചാണ് പിറ്റേ ദിവസം, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം പാർട്ടിക്കാർ യഥാർത്ഥ CPMകാർ കൈയടിച്ചാണ് സ്വീകരിച്ചത്. മാത്രമല്ല കല്യാണം വിട്ടു പോകുമ്പോൾ, മരണം വിട്ടു പോകുമ്പോഴൊക്കെ പാണ്ഡ്യാല ഷാജിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുക. അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു കേട്ടോ, വലിയൊരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, വലിയൊരു തിരിച്ചടിയാണ് പിണറായി വിജയൻ നേരിടാൻ പോകുന്നതെന്ന് അന്നേ ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പാണ്ഡ്യാല ഷാജി പറയുന്നു. മാത്രമല്ല പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ചിലപ്പോൾ പിണറായി വിജയൻ തോക്കും, ഇല്ലെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെടും എന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അത്രമാത്രം അവിടുത്തെ പിണറായിക്കാരൻ എന്ന നിലയിൽ ആ പിണറായിലെ CPMകാരുടെ വികാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ല. പിണറായിയുടെ ചെയ്തികൾ അത് ജനങ്ങൾ തിരസ്കരിച്ചു, വിശിഷ്യ CPMകാർ തിരസ്കരിച്ചു എന്നുള്ളതാണ്. പിണറായിസത്തിനെതിരെയുള്ള ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നോക്കൂ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം. പിണറായി വിജയൻ സ്ഥാനത്ത് തുടരാൻ പാടില്ല, പ്രതിപക്ഷ നേതാവാക്കിയത് ശരിയായിട്ടില്ല, കാരണം പിണറായിയാണ് ഈ കനത്ത തോൽവിക്ക് കാരണം എന്ന് ജില്ലാ കമ്മിറ്റി രൂക്ഷമായിട്ടുള്ള വിമർശനം. MLA സ്ഥാനം പോലും രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പെറ്റോടുവില്ലല്ലേ. ഇപ്പോൾ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ചർച്ച നടക്കുന്നത്. ഏരിയ കമ്മിറ്റിയിലും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. ഗോവിന്ദൻ മാഷ് മാറണം. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ ഒരു കോട്ട എന്ന് പറയുന്ന, പൊന്നാവരം കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ വെറും ഒരു ബേബി ആയിട്ടുള്ള, അതായത് ആരോ പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാത്ത KK രാഗേഷിനെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കി അല്ലേ. അവിടെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് പയ്യന്നൂരും അതുപോലെ തളിപ്പറമ്പിലും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടായത്. അതിൻ്റെ അലയൊലികൾ സംസ്ഥാനമൊട്ടാകെയും ഉണ്ടായി. അപ്പോൾ പിണറായിസം എതിർക്കപ്പെടുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് അണികൾ ഇപ്പോഴും പറയുന്നു പിണറായി എന്നൊരു നേതാവ് ഇനി നമുക്ക് വേണ്ട. പക്ഷേ എങ്കിലും പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ചോദിച്ചത്. പിണറായി അല്ലാതെ മറ്റാരും ഇല്ലേ? മറ്റാരുണ്ട് എന്നുള്ള ചോദ്യത്തിലാണ് തോറ്റതെന്ന് ഇനിയും തിരിച്ചറിയുന്നില്ല. ഇതാണ് നമ്മൾ റൈറ്റ് സൈഡിന്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ തന്നെ തോറ്റിട്ടും പഠിച്ചില്ലേ എന്നുള്ള ചോദ്യമാണ്. മറ്റാരുണ്ട് എന്ന ചോദ്യവുമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPMന്റെ മുന്നണിയുടെ പരസ്യ ഫലകങ്ങളിലെല്ലാം പിണറായിയുടെ പടം വച്ചിട്ട് മറ്റാരുണ്ട് എന്നുള്ള ചോദ്യത്തിന്, അതിൽ കണ്ട ധാർഷ്ട്യത്തിന്, അതിനുള്ള അഹങ്കാരത്തിന് ജനം കൊടുത്ത മറുപടിയാണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഇനിയും പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല.